ഇറങ്ങട്ടെ. ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. ഇവിടെ വന്ന ഫ്രീ മസാജിങ് ഉണ്ട്. മുള്ളുംപഴം അത് നല്ല പുളി പഴുത്തിന് നല്ല രസം പുളിയും. തലമാരിയിൽ വെച്ച് പോയതിനെ ഹലോ. അപ്പൊ ഞങ്ങള് നിക്കി നടന്നു പോലെ ഞങ്ങളുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വീഡിയോ ഒന്നുമില്ല കേട്ടോ, ഞങ്ങള് പുഴയ്ക്ക് പോവാണ്. അത് പുതിയ വീഡിയോ അല്ലേ? അങ്ങനല്ല, നല്ല എന്താ പറയാ, വലിയ ലെങ്തി വീഡിയോ ഒന്നല്ല. ഞങ്ങൾ പുഴ പോകുന്നു, അത് പുഴയൊക്കെ ഒന്ന് കാണിച്ചരാ, ഞങ്ങളെ പരിസരങ്ങളൊക്കെ ഒന്ന് കാണിച്ചരാ പറഞ്ഞിട്ടാട്ടോ. വീടിന്റെ ഞങ്ങൾ വീടിന്ന് ഇങ്ങനെ നടന്ന് ഇവിടെ എത്തിക്കുന്നത് ഒരു കാടും പ്രദേശമാണ്. അപ്പൊ ഗായ്സ് ഞങ്ങൾ പുഴയിലേക്ക് പണ്ട് ഇവിടെ നല്ല വൃത്തി ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ നിറച്ചും ചപ്പും ചവറും, ആരും പോവാണ്ടാണ് പോണത്. ചവേല നിറച്ചും കണ്ടില്ലേ? ചവേല ക്ലിയർ അല്ല, അങ്ങോട്ട് അടക്കി ഇറങ്ങിപ്പോയി. ഇതൊക്കെ ഞാൻ പിടിച്ചിട്ട് പിടിച്ചോളി. പോയി പോയി പോയി. ഇവിടെ അന്ന് ഒഴുക്കൊന്നും ചെറുതായിട്ടായിരുന്നുള്ളു, ഇപ്പൊ ഒഴുക്കൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ വെള്ളം നല്ലോണം കുറഞ്ഞിക്കുന്നു ഗൈസ്. അന്ന് നല്ല വെള്ളം ഉണ്ട്, ഇപ്പൊ എല്ലാം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്കൊന്ന് ഒന്ന് പോയി നോക്കാം. പാടം കണ്ടില്ലേ? ഇതിന്റെ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നേ, പാടത്തേക്ക് ഞങ്ങൾ പോണത്. നോക്കി ഇറങ്ങിയാലേ മൂക്കുത്തി നിലത്ത് ആളാടെ കിടക്കും. ഞങ്ങൾ രാവിലെ തന്നെ വേഗം പണിയൊക്കെ തീർത്തിട്ട് ഇറങ്ങിയതാട്ടോ ഞാന്. അലക്കാനുള്ളതൊക്കെ ആയിട്ട് പുഴ വന്ന് അലക്കാൻ. അതെ, പിന്നെ അലക്കാനുള്ളതൊക്കെ വാരി വലിച്ചും കൊടുത്ത് ഇത്തിരി ഏതായാലും അലക്കാനും ഉണ്ടായി. പുഴ നിൽക്കുമ്പോ രസമാണല്ലോ അല്ലേ? അല്ലേ ഇതൊക്കെ നിങ്ങൾ അലക്കൂലേ? അല്ലാ, തിന്നാനും കൂടി എടുക്കാല്ലേ? നിങ്ങളല്ലേ പറഞ്ഞു നടന്നു പോണണ്ടല്ലേ പാവം. സൗദിന്നും പണി, ഇവിടെ വന്ന അവിടെയും പണി. പഴം ഉണ്ടായിരുന്നു, മുള്ളും പഴം. ദിമലോ അത് നല്ല പുളി, പഴുത്തിന് നല്ല രസം പുളിയും. പണ്ട് മാത്രമേ ഉണ്ടാവും? പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല, ഇപ്പൊ കാണാനില്ല. മുള്ളുംകായ മുള്ളും പഴം എന്നൊക്കെ പറയും. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് ഇറങ്ങാൻ സുഖം. അന്ന് നമ്മള് ഇവിടെ പോയല്ലോ. ഓ, എന്നെ മുങ്ങി ചായപ്പിക്കണ്ട. വേഗം അലക്കിട്ട് എവിടാ? ഇവിടെ ആ പാറമ്മലൊക്കെ നോക്കി കാക്ക തൂറി നിറച്ചിക്കുന്നു. അതാ പാറമ്മല കണ്ടോ? നല്ല വെള്ളമുള്ള സമയത്തേ നമ്മൾ കാന്തമ്പാറ പോയില്ലേ? കാന്തമ്പാറ, അതിന്റെ ഒരു ഫീല് കിട്ടും. അത്ര ഉള്ളു അവിടെ. നല്ല വെള്ളമുള്ള സമയത്ത് ഇങ്ങനെ ഒഴുകുന്ന അത്രയും ചെറിയ ഇതിനൊക്കെ ഒരു ടൂറിസ്റ്റ് ഇവിടെ ഒരു കസാരയിട്ട് ഇരുന്നോളി. ടിക്കറ്റും കൊടുത്തിട്ട് കസാരയിട്ട് ഇരുന്നോട്ടെ ഗൈസ്. ടൂറിസ്റ്റ് പ്ലേസ് ആക്കാൻ പറ്റിയ ഏരിയ ആണ്. പിന്നെ ഈ കാക്കത്തീട്ടുള്ളടത്താണ് ടൂറിസ്റ്റ് പ്ലേസ് ആക്കും. പോടി എന്തേലും ഒന്ന് പറയുമ്പോഴത്തിന് അല്ലേ, കാക്കത്തീട്ടൊക്കെ ഒരു വൈബാണ്. അത് അപ്പുറത്ത് പാടം, ഇപ്പുറത്ത് പുഴ, ഒഴുകുന്ന പുഴ. ഈ വെള്ളം എങ്ങോട്ടാ? മംഗല ഡാമിലേക്കാ? ഭാരതപ്പുഴയിലേക്ക് ഒഴുകുന്ന കേട്ടോ. ഇവിടെ മംഗല ഡാമിന്റെ അടുത്താട്ടോ ഞങ്ങളെ വീട്. നല്ലത് ഫോണിലാട്ടെ കുറച്ചുകൂടി ക്ലിയർ. ഈ സാധനം ഉണ്ടല്ലോ, ഇപ്പൊ വീണേ. ഈ സാധനം ഉണ്ടല്ലോ, കണ്ടോ? ഇത് നമ്മുടെ പണ്ടത്തെ പടങ്ങളിലൊക്കെ ഇങ്ങനെ പാട്ട് സീനിലൊക്കെ കാണാറുണ്ട്. അവർ ഡാൻസൊക്കെ കളിക്കുമ്പോൾ ഇതൊക്കെ കുറച്ച് പിടിച്ചിട്ട് ഇങ്ങനെ ബൊക്ക പോലെയൊക്കെ പിടിച്ചിട്ട് അവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ആ അതന്നെ, അതല്ല, ഇത് പണ്ടത്തെ പടത്തിലും കാണും ഈ സാധനം. ഓ, ഇറങ്ങിക്കോ, ഒരു വീടിലൊക്കെ കാണാം. എങ്ങനെ ഇതിൽ കൂടെ പോ? ഇവിടെയാണ് കല്ലിട്ടിട്ട്, കണ്ടോ? ഇതിൽ കൂടെ പോ.
അതിൽ കൂടെ ഇറങ്ങണ്ട, അവിടെ വഴുക്കേ. ഇറങ്ങട്ടെ. ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. വീഴോ വീഴോ. ഇല്ലേ, ഉമ്മ അന്ന് എവിടെ ഇരുന്നിട്ട് അലക്കിയത്? ഇവിടെ കുറച്ചൊരു നമുക്ക് ഇങ്ങനെ ഒരു ഗ്രില്ലൊക്കെ ചെയ്യാൻ പറ്റിയത് വരെ. അയ്യോ, ഗ്രില്ലൊന്നും ആരും ഇവിടെ ചെയ്യൂല, അതാ പ്രശ്നം. നമ്മക്കൊന്നും ചെയ്താൽ മതി. നമുക്ക് ചെയ്താൽ മതി. വൈകുന്നേരം വന്നു കഴിയാം. വൈകുന്നേരം ഇവിടെ താഴ്ചയൊന്നുമില്ല, കല്ലൊക്കെ ഇട്ടേക്കണ്. പണ്ട് ഇവിടെ ഇത്ര കല്ലൊന്നും ഉണ്ടായിരുന്നില്ല തോന്നുന്നു. അവളവിടെ ഇരുന്നിട്ട് അലക്കിക്കോട്ടെ. ഈ അലക്കണ എന്തിനാണ് എടുക്കുന്നത്? അല്ല പിന്നെ കാണിച്ചു കൊടുക്കാലോ. ആരോ പറഞ്ഞിട്ട് ഈ കുഴി ഉണ്ടല്ലോ, ഈ കുഴി ഒഴിച്ച ഇവിടെ എന്തോ പാലുണ്ടായിരുന്നു എന്നൊക്കെ. ഇപ്പുറത്തേക്ക് കടക്കാൻ അറിയൂല സത്യമാണോ. പാലത്തിന് വേണ്ടിയിട്ട് ഹോളടിച്ചിട്ട് ഇതിൽ ഓരോ കാലിനകത്ത് ഇതാക്കിയിട്ട് ഇങ്ങനെ ഒരു പാലുണ്ടായിരുന്നു അത്ര. ആ പാലുണ്ടായി ഇനി അടിപൊളിയായിരുന്നു അല്ലേ? ഞാൻ തിരുമ്പിട്ട ഡ്രസ്സല്ലേ ഇത്? അതെന്തിനാ എടുത്തിട്ട് വന്ന്? അല്ല, വീട്ടിൽ അലക്കാത്ത ഈയാണ് ഇവിടെ വന്നിട്ട് അലക്കുന്നത്. അല്ല, വീട്ടിലിങ്ങനെ അലക്കില്ലല്ലോ, വാഷിംഗ് മെഷീൻ ഇടുകയല്ലേ. പൈപ്പ് പിടിക്കാൻ വന്നാണ്. ഇവിടെ വന്ന ഫ്രീ മസാജിങ് ഉണ്ട്. മീനുകളോ? നല്ല മസാജിങ് ചെയ്യും. മസാജിങ് സെന്റർ ആട്ടോ ഇവിടെ. അവിടെ നമ്മളന്ന് അവിടെ പോയ അവിടെ എത്രയാണ് മസാജ് ചെയ്യാന്? എത്രയായിരുന്നു മീനിന്റെ കാലിട്ട്? 9. 80 മസാജ് ചെയ്യാൻ. മീൻ മസാജ് മീനുകള് തലമാരിയിൽ വെച്ച് പോയത് അതിനെ അടിച്ചതുകൊണ്ട് കണ്ടോ ഇവിടെയൊക്കെ ഇടാതെ അന്ന് നമ്മൾ എടുത്തല്ലേ അത്. ഡ്രസ്സിന്റെ കോഡ് അവിടെ വേറെ പാന്റ് ഒന്നും ആയില്ല, ടോപ്പേ ആയില്ല. ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇവിടെ വൃത്തിയില്ലാത്ത വെള്ളമൊക്കെ കലങ്ങി കിടക്കുന്നു. അപ്പൊ ഇവിടുന്ന് അല്ലേ, അവിടുന്ന് ആ ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് ഒലമ്പിയെടുക്കാം. എന്നിട്ട് ഇവിടെ തന്നെ ഉണക്കിയിട്ട് പോവാ. ഉണങ്ങുമെന്നൊന്നും അറിയില്ല. ഉണങ്ങോ? ഞാൻ എടുക്കാന്ന് തായോ. അതെ, വൃത്തിയുള്ള പാറ. നല്ല ചൂടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങിക്കോളും. അങ്ങനെ തിരുമ്പി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇതാ ഒരാൾ കണ്ടോ, കഷ്ടപ്പെട്ട് ആറിയിട്ടുണ്ട്. അതിന് ബാക്കി ഉള്ളതും കൂടി നാട്ടട്ടെ. അങ്ങനെ ഇതാ കണ്ടോ, കൊറേ ആറിട്ട്. എനിക്കറിയില്ല എന്തേ, അറിയില്ല. 9:30 ഉണ്ടോ? കണ്ടോ, അന്യായ കാറ്റാണ് ഗൈസ്, അന്യായ കാറ്റാണ്. ഡ്രസ്സൊക്കെ പാറി പോയലേക്ക് പോകുന്നാക്കി തോന്നുന്നു അല്ലേ? വെള്ളം കണ്ടു നിങ്ങൾ ചാടുവോ? പിന്നെ ഇതിന്റെ ഉള്ളില് ചാടാനും ഞാൻ പറയല്ല, ഭയങ്കര താഴ്ചയാണ്. ഇത് ആകെ വെള്ളമേ ഇല്ല. ഉല്ലസിക്കട്ടെ ഗൈസ്. അയ്യോ, ഞങ്ങളങ്ങനെ പോയിരുന്നു. കുടിച്ചൊക്കെ കഴിഞ്ഞു കേട്ടാ. ഇനി എന്തായാലും പോവാ നോക്കണം വീട്ടിലേക്ക്. ഞങ്ങൾ പോവുകയാണ്. കുടിച്ച് കഴിഞ്ഞു. പാറയിലോട്ടൊക്കെ ഒരാളുടെ മോന്തയ്ക്ക് ഇട്ട് വരച്ചിട്ടുണ്ട് വെളുക്കാൻ വേണ്ടിട്ട്. കണ്ടില്ലേ, ചെറിയ വെളുപ്പൊക്കെ വന്നില്ലേ, പാറയിട്ട് വരച്ചതാണ്. പോവല്ലേ? അപ്പൊ ഞങ്ങൾ പോവുകയാണ്. എങ്ങനെയുണ്ട് കൊറേ കാലത്തിന് ശേഷം വെള്ളത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട്? ഞാൻ കുളിക്കാത്ത പോലെയാണല്ലോ ഈ പറയുന്നത്, വെള്ളം കാണാത്ത പോലെ.
കണ്ടിട്ടില്ലല്ലോ. ഒന്ന് പോടി അടുത്ത്. നാളെ കിട്ടാന്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് തിരിച്ചു വീട്ടിലേക്ക് പോട്ടെ ഗൈസ്. അത് തീരുമാ. ചോന്നേരി ഞാൻ പിടിച്ചോളാം. കനലാത്ത കനലുള്ള പിടിച്ചോ. പുഴയിൽ മാലിന്യങ്ങൾ തള്ളരുത്. തള്ളും പോണ്ടി. വീഡിയോ കുറെ കാലത്തിന് ശേഷം പുഴയെ വന്നപ്പോ വീഡിയോ എടുത്താട്ടോ. പുഴയൊക്കെ ഒന്ന് കാണിച്ചാൽ അങ്ങനെ എടുത്താണ്. പിന്നെ വീട്ടിലത്തെ വിശേഷങ്ങൾ എടുക്കാൻ ഞങ്ങൾ വീട്ടിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതാണ് വീഡിയോ ഒന്നും വരാത്തത്. ഞങ്ങൾ വീട്ടിൽ ഉണ്ടാവില്ല. അങ്ങനെ ഓരോ സ്ഥലത്ത് ഫാമിലിയിലേക്ക് അങ്ങനെ അങ്ങനെയൊക്കെ പോവാനുണ്ട്. അതുകൊണ്ടാണ് ഷോർട്ടുകൾ മാത്രം ഇടുന്നത്. എന്തെങ്കിലും കുടിക്കുന്നത് തിന്നുന്നത് മാത്രം. അത് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് ലെങ്ത് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ. എന്തിനാ ഈ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക? അതൊക്കെ അവർ ചെയ്തോളേ. വെറുതെ തന്നെ പറയല്ലേ ഈ അച്ചാച്ചനെ പോലെ. എനിക്ക് തങ്ങിപ്പോയി. അപ്പൊ ശരി കേട്ടോ. ബൈ. ബൈ.